Hi students, welcome back to the second session of Connect the Clues by Think Institute of Design. It's me Basil. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? നമ്മുടെ അടുത്ത ചോദ്യം ഒരു രാജ്യത്തെക്കുറിച്ചാണ്. ഈ രാജ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക്. ഓക്കെ, this is an island nation located off the north west coast of Europe. യൂറോപ്പിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് നേഷൻ, ഒരു സമയത്ത് ലോകത്തെ മൊത്തം അടക്കി ഭരിച്ച 24% ഓഫ് വേൾഡ് ലാൻഡ് മാസ് അത് ഇവരാണ് അടക്കി ഭരിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം. നോൺ ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി. ഓക്കെ, അതായത് പാർലമെൻ്ററി ഡെമോക്രസി, ആ ഒരു ഭരണരീതി. കാര്യം ഇവരുടെ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്ലഡ് ലെസ് റെവല്യൂഷൻ നടന്നൊരു രാജ്യമാണ്. ഓക്കെ, അവിടെ ഇപ്പോഴും രാജാവുണ്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ആ രാജ്യം. ആ രാജ്യത്തിൻ്റെ തലവൻ ഇപ്പോഴും രാജാവാണ്. ബട്ട് ആ രാജാവിന് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഇല്ല, ഒരു നോമിനൽ എന്താണ് ആ ഒരു സ്ഥാനം മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക ലോകത്തിന് കൊടുത്ത ഒരു രാജ്യമാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ലൈസ് ഓൺ റിവർ തേംസ്. എ ഫേമസ് ക്ലോക്ക് ടവർ, ബിഗ് ബെൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ക്ലോക്ക് ടവർ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ്. ദിസ് കൺട്രി വൺസ് ഹാഡ് ദ ലാർജസ്റ്റ് എംപയർ. ഞാൻ പറഞ്ഞിരുന്നു 24% ഓഫ് ലാൻഡ് മാസ് അടക്കി ഭരിച്ച സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. ഫേമസ് ഫോർ റൈറ്റേഴ്സ് ലൈക്ക് ഷേക്സ്പിയർ, വില്യം വേർഡ്സ്വർത്ത്. ഒക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഏറ്റവും അധികം സംഭാവനകൾ കൊടുത്ത ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായ ഒരു രാജ്യം കൂടിയാണ്. യൂസ് ആൻ അണ്ടർഗ്രൗണ്ട്. ഈ രാജ്യത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ, അണ്ടർഗ്രൗണ്ട് സിസ്റ്റം വളരെ ഫേമസ് ആണ്. 1800-കളിൽ തന്നെ ഈ രാജ്യത്തിൻ്റെ വളരെ ബൃഹത്തായ ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സിസ്റ്റം ഉണ്ടായിരുന്നു. ദ ട്യൂബ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്നും നമ്മൾ കാണുന്ന ആ ഒരു സിസ്റ്റംസ് 1800-കളിൽ ആ സമയത്ത് പണിഞ്ഞതാണ്. ഓക്കെ, നമുക്കറിയാം ഈ രാജ്യം വേൾഡ് വാർ ഫസ്റ്റിലും സെക്കൻഡിലും പങ്കെടുത്തിരുന്നു. ഹെവി ബോംബിംഗ് നടന്ന രാജ്യമാണ്. ബട്ട് ഈ രാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും 1800-കളിൽ അവരുണ്ടാക്കിയ ഈ ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം അന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യം സർവൈവ് ചെയ്യാനുള്ള ഒരു റീസൺ. ഇത്രയും പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് രാജ്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ബ്രിട്ടീഷ് എംപയർ എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ UK. ഓക്കെ, നിങ്ങൾ ഈ UK-യുടെ മാപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ UK എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിംഗിൾ രാജ്യമല്ല, ഇതൊരു എൻറ്റിറ്റിയാണ്. ഓക്കെ, ഒരു കുറച്ചധികം രാജ്യങ്ങൾ പ്ലേസസ് കൂടി ചേർന്നതാണ്. നിങ്ങൾക്കിവിടെ കണ്ടാൽ അറിയാം, നിങ്ങളുടെ മുകൾ ഭാഗത്ത് കാണുന്നതാണ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡ് താഴെയാണ് ഇംഗ്ലണ്ട്. ആക്ച്വലി ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്. ഓക്കെ, ഈ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും വെയിൽസും ചേർന്നതാണ് ഈ ഒരു ഐലൻഡ്. ഈ ഐലൻഡിനെയാണ് നമ്മൾ ബ്രിട്ടൻ എന്ന് വിളിക്കുക. ആക്ച്വലി ദീസ് ആർ ദ ബ്രിട്ടീഷ് ഐൽസ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് അയർലൻഡ്. ഈ അയർലൻഡിൽ തന്നെ നോർത്തേൺ അയർലൻഡ് UK-യുടെ ഭാഗത്തുള്ളതാണ്. ഓക്കെ, ഈ നോർത്തേൺ അയർലൻഡ് UK ആണ്. സോ UK എന്ന് പറയുന്നത് ആക്ച്വലി സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും വെയിൽസും നോർത്തേൺ അയർലൻഡും ചേർന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള അയർലൻഡിൻ്റെ ബാക്കി ഭാഗം അതൊരു സ്വതന്ത്ര രാജ്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ UK എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് ആൻഡ് നോർത്തേൺ അയർലൻഡ് ചേർന്നതാണ്. ഇതിനാണ് നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. ലൈക്ക് അവർ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് പോലെ ഒരു ഒരു കോൺഫെഡറേഷനാണ് ഇവർ ഈ രാജ്യങ്ങളുടെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതും വളരെ വളരെ ഈസിയാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം. നമ്മുടെ ഒരു അയൽരാജ്യം തന്നെയാണ്. ദിസ് കൺട്രി ഈസ് ഹോം ടു വൺ ഓഫ് ദ വേൾഡ്സ് ഓൾഡസ്റ്റ്, ഇന്ന് നിലനിൽക്കുന്ന ഓൾഡസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ പോലെ ഒരു വളരെ പുരാതനമായൊരു സംസ്കാരമാണ് ദ ഗ്രേറ്റ് വാൾ. ലോകത്ത് ഇന്നത്തെയും എന്നാൽ ഒരു മോഡേൺ അത്ഭുതമാണ്, ഇന്ന് നിലനിൽക്കുന്നതാണ് ദ ഗ്രേറ്റ് വാൾ. അത് ഈ കൺട്രിയിലാണ്. ദ ടു മേജർ റിവർ ഹുയാങ്ഹോ, അതിനെ നമ്മൾ യെല്ലോ റിവർ എന്ന് വിളിക്കും, ആൻഡ് യാങ്സി. ഈ രണ്ട് റിവേഴ്സ് വളരെ ഫേമസ് ആണ് ഈ കൺട്രിയിലെ. ട്രഡീഷണൽ ഫിലോസഫി ആൻഡ് സോഷ്യൽ, ഓക്കെ, സോഷ്യൽ ലൈഫ്, ഇതിനൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ഒരു മതമല്ല, ഒരു ഫിലോസഫി. ഓക്കെ, ഇതിനൊരു മതമായിട്ട് പറയാറുണ്ട്. കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ച കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ഒരു മതം വളരെ ഫേമസ് ആണ്. മതം എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്, ഫിലോസഫി ലൈക്ക് അവർ ഹിന്ദുയിസം. ദ ആൻഷ്യൻറ്റ് ഇൻവെൻഷൻ, നിങ്ങൾ നോക്കിക്കേ, പുരാതന കാലത്തെ ടെക്നോളജി, ഒരു ടെക്നോളജി ഹൗസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പേപ്പർ കണ്ടുപിടിച്ചത് ഈ രാജ്യമാണ്. പ്രിൻറ്റിങ്,
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് അല്ല, അതിന് മുമ്പുള്ള ആ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രിമിറ്റീവ് ഫോം. കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ്. കോമ്പസ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ദിശ അറിയുക അല്ലേ? ആൻഡ് ഗൺ പൗഡർ. ഓക്കെ, ലോകത്തെ തന്നെ മാറ്റി മറിച്ചത് ഗൺ പൗഡറാണ്. ഈ ഗൺ പൗഡർ കണ്ടുപിടിച്ച് യഥാർത്ഥത്തിൽ ഓക്കെ ചൈനക്കാരാണ്. ഞാൻ ഇനി അത് നിർത്തുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഗസ് ചെയ്യാൻ പറ്റും. കാര്യം ചൈന എന്ന് പറയുന്ന അവരാണ് ഗൺ പൗഡർ കണ്ടുപിടിച്ചത്. അവരത് എന്താണ് പറയുക, വെടിമരുന്നിൽ എന്താണ് ഉത്സവങ്ങൾക്കൊക്കെ എന്താണ് അവരിങ്ങനെ എന്താണ് നമ്മൾ വെടിക്കെട്ട് ആഘോഷം നടത്തത്തില്ലേ, അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഫയർ വർക്ക്സ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് അത് പിന്നീട് എന്താണ് അറേബ്യൻ പെനിൻസുല, തുർക്കി, യൂറോപ്പിലോട്ട് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവരതിനകത്തോട്ട് ബുള്ളറ്റൊക്കെ ഇട്ട് തോക്ക്, പീരങ്കിയൊക്കെ ഉണ്ടാക്കി. സോ ഇവർ സമാധാനപരമായിട്ട് കണ്ടുപിടിച്ച ആ ഒരു ഇൻവെൻഷൻ നമ്മൊന്ന് കടൽ കടന്നു വന്നപ്പോഴത്തേക്കും മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന വലിയ മാരകമായിട്ടുള്ളൊരു ആയുധമായിട്ട് മാറി. സോ ഈ പണ്ടത്തെ കാലത്തെ ഒരുപാട് ഇൻവെൻഷൻ നടത്തിയ വളരെ മഹത്തായ ഒരു സംസ്കൃതി തന്നെയാണ് ഈ ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറി, ദ ഫാക്ടറി ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ വേൾഡ്സ് ഫാക്ടറി, മാനുഫാക്ചറിങ് ജയൻ്റ് ആണ് ഈ രാജ്യം. ഓക്കെ, ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ പേര് പറഞ്ഞത് കാര്യം ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ദിസ് ഇസ് ചൈന. എന്നാണ് ചൈനയിലെ വൻമതിൽ. നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ചൈനയുടെ ഫ്ലാഗ് അല്ലേ. ലോകത്തെ തന്നെ വളരെ ചുരുക്കം കമ്മ്യൂണിസ്റ്റ് കൺട്രീസിലൊന്നാണ് ചൈന. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷൂ കമ്പനിനെ കുറിച്ചാണ്. ഷൂ കമ്പനി എന്ന് പറയാൻ പറ്റത്തില്ല, സ്പോർട്സ് രംഗത്തെ ഒരു വലിയ കമ്പനിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കമ്പനിയുടെ തുടക്കം ഇടുന്നത് ജർമ്മനിയിലാണ്. ഓക്കെ, ഡാസ്ലർ ബ്രദേഴ്സ് ഷൂ ഫാക്ടറി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇവരുടെ തുടക്കം. രണ്ട് ബ്രദേഴ്സ് ഈ കമ്പനിയിൽ നിന്ന് സ്പ്ലിറ്റ് ആവുന്നു. ഇവർ രണ്ടുപേരും രണ്ട് കമ്പനികൾ സ്ഥാപിക്കുന്നു, രണ്ട് സെപ്പറേറ്റ് കമ്പനികൾ സ്ഥാപിക്കുന്നു. ഈ രണ്ട് കമ്പനിയും ഇന്ന് ലോകത്തിലെ സ്പോർട്സ് വെയർ രംഗത്തെ അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്തെ വലിയ രണ്ട് ഭീമന്മാരാണ്. അതിനകത്ത് ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡാസ്ലർ ബ്രദേഴ്സിലെ അഡോൾഫ് ഡാസ്ലർ, അദ്ദേഹത്തിന് അഡി എന്നൊരു വിളിപ്പേരും കൂടെ ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ആ അഡോൾഫ് ഡാസ്ലർ സ്ഥാപിച്ച, അഡോൾഫ് ഹിറ്റ്ലർ അല്ല, അഡോൾഫ് ഡാസ്ലർ. ഓക്കെ, അഡോൾഫ് ഡാസ്ലർ സ്ഥാപിച്ച ഒരു കമ്പനിയാണിത്. നമുക്ക് നോക്കാം. 1948 ഇത് സ്ഥാപിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു ഡാസ്ലർ ഷൂ ഫാക്ടറി എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഈ കമ്പനിയുടെ ഒരു പേരൻറ് കമ്പനി അതായിരുന്നു. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ജർമ്മനിയിലാണ്. ഓക്കെ, ഹെർസൻഗോർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. ഓക്കെ, ജർമ്മനിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ആക്ച്വലി ആ ഒരു ഞാൻ പറഞ്ഞൊരു റൈവലറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജർമ്മനിയുടെ ആളുകൾ തന്നെ രണ്ടായിട്ട് തിരിഞ്ഞു. അതായത് ഈ രണ്ട് ബ്രദേഴ്സിൻ്റെ ഫാക്ടറി, അതായത് ഒരാൾ എന്താ പറയുക, ഒരു സെക്ടർ ഓഫ് ആൾക്കാർ ഒരാളുടെ ഫാൻ, ഒരു കമ്പനിയുടെ ഫാൻ ആയിരുന്നു, മറ്റേ ആൾ മറ്റേ കമ്പനിയുടെ ഫാൻ. ഓക്കെ, ഇതിൻ്റെ മറ്റ് റൈവലറി കമ്പനിയുടെ പേര് പ്യൂമ എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബ്രദർ സ്ഥാപിച്ച മറ്റേ കമ്പനിയാണ് പ്യൂമ. അത് നിലവിലുണ്ട്. നമ്മൾ പക്ഷേ പഠിക്കുന്നത് അഡോൾഫ് ഡാസ്ലർ സ്ഥാപിച്ച ആ കമ്പനിയെ കുറിച്ചാണ്. ഈ ഡിസൈൻ ദ ടെൽസ്റ്റർ. ഓക്കെ, ഫിഫ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ആ ഒരു ബോൾ, അതിൻ്റെ പേരാണ് ടെൽസ്റ്റർ. അത് ഉണ്ടാക്കിയത് ഈ ഒരു കമ്പനിയാണ്. ദ കമ്പനി ഈസ് നോൺ ഫോർ ഇറ്റ്സ് 3 stripes. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും 3 stripes. ഈ 3 stripes എന്ന് പറയുന്നത് ഇവരുടെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ 3 stripes എന്ന് പറയുന്ന ഈ ഒരു ലോഗോ അല്ലെങ്കിൽ മാർക്ക് നമുക്ക് പറയാം ഇല്ല, എല്ലാ പ്രൊഡക്റ്റിലും ഉണ്ടാവും. വളരെ ഫേമസ് ആണ്. ഇത് സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെൻറ്റൽ ആംഗിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇറ്റ് റീസെൻ്റ്ലി ഫോക്കസ്ഡ് ഹെവിലി ഓൺ സസ്റ്റൈനബിലിറ്റി, ക്രിയേറ്റിംഗ് ഷൂസ് മെയ്ഡ് എൻറ്റയർലി ഫ്രം ദ റീസൈക്കിൾഡ് ഓഷ്യൻ പ്ലാസ്റ്റിക്. നമുക്കറിയാം ഓഷ്യനിൽ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യുന്നത് വളരെ വലിയൊരു പ്രോബ്ലമാണ്. സോ അതിനെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരു സന്ദേശം നൽകാൻ വേണ്ടി ആ കമ്പനി ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റീസൈക്കിൾഡ് ഓഷ്യൻ പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അവർ ഷൂസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ കമ്പനി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതായത് അഡോൾഫ് എന്താണ് പറയുക, അഡോൾഫ് ഡാസ്ലർ അല്ലേ, അഡോൾഫ് ഡാസ്ലർ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും അഡിഡാസ്. അഡോൾഫ് ഡാസ്ലറിൻ്റെ വിളിപ്പേരാണ് അഡിഡാസ്. അങ്ങനെയാണ് ഈ കമ്പനിക്ക് പേര് വന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് അവരുടെ ഒരു ലോഗോ എവല്യൂഷനാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാസ്ലർ കോർപ്പറേഷൻ, അത് പിന്നെ അഡോൾഫ് ഡാസ്ലർ അഡിഡാസ് ആയിട്ട് മാറുന്നു. അവരുടെ ലോഗോ എവല്യൂഷൻ വളരെ ഫേമസ് ആണ്. അവർക്ക് പല പല ഡിവിഷൻസ് ഉണ്ട്. സോ ഈ ട്രൈഫോളിയേറ്റ് ലോഗോയും അതുപോലെ ഈ മൗണ്ടൻ, ഇത് അറിയപ്പെടുന്നത് മൗണ്ടൻ ലോഗോ ഓഫ് അഡിഡാസ് എന്നാണ്. പിന്നെ ഇത് അവരുടെ പുതിയ ലോഗോസാണ്. ഈ ലോഗോസ് ഒക്കെ ഇപ്പോഴും നിലവിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ലോഗോസാണ്. സോ അഡിഡാസ് എന്ന് പറയുന്ന സ്പോർട്സ് ഷൂസ് സ്പോർട്സ് വെയറിൽ വളരെ ഒരു ജയൻ്റ് ആയിട്ടുള്ള കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ റൈവലറി കമ്പനി ആയിട്ടുള്ള പ്യൂമ ആക്ച്വലി ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ ബ്രദർ തുടങ്ങിയ കമ്പനിയാണ്. സോ രണ്ട് ബ്രദേഴ്സും തുടങ്ങിയ കമ്പനി ഇന്ന് ഫീൽഡിൽ വളരെ ആക്റ്റീവാണ്. നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം.
ഇത് വീണ്ടും ഒരു കൺട്രീനെ കുറിച്ചുള്ള ചോദ്യമാണ്, വളരെ ഈസിയാണ്. ദിസ് കൺട്രി കണ്ടെയ്ൻസ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ റെയിൻ ഫോറസ്റ്റ് വെച്ചിട്ട് നമ്മളൊരു കമ്പനീനെ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. റെയിൻ ഫോറസ്റ്റ് ഇൻ ദ വേൾഡ് അല്ലേ. ആ ലോകത്തിൻ്റെ ഓക്സിജൻ്റെ 20% ലോകത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റെയിൻ ഫോറസ്റ്റ് ആണ്. ഓക്കെ, ആ റെയിൻ ഫോറസ്റ്റ് മറ്റൊന്നുമല്ല, ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. ഈ ആമസോൺ എന്ന് പറയുന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ നദികളിലൊന്ന് അല്ലേ. ലോകത്തിൻ്റെ നീളത്തിൻ്റെ കാര്യത്തിലല്ല, ലോകത്ത് വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ആമസോൺ ആണ്. എ മാസീവ് റിവർ സിസ്റ്റം. ഓക്കെ, അത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആമസോൺ റിവർ സിസ്റ്റമാണ്. ഫുട്ബോൾ രംഗത്ത് ഈ രാജ്യം വളരെ ഫേമസ് ആണ്. 5 തവണ ഫിഫയുടെ ഫുട്ബോൾ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ രാജ്യമാണിത്. ഓക്കെ, അതായത് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിനെ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു രാജ്യമാണ് ഇത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും 5 തവണ ലോകകപ്പ് കിരീടം കരസ്ഥമാക്കിയ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം. എ വൈബ്രന്റ് ഫെസ്റ്റിവൽ ഇൻവോൾവിങ് മ്യൂസിക്, ഡാൻസ് ആൻഡ് കളർഫുൾ കോസ്റ്റ്യൂംസ്. അത് എല്ലാ കൊല്ലവും ഇവർ നടത്താറുണ്ട്. സോ ഇവരുടെ രാജ്യത്ത് നടക്കുന്ന ആ ഒരു ഫെസ്റ്റിവൽ വളരെ ഫേമസ് ആണ്. ഫെസ്റ്റിവൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എ ജയൻറ്റ് സ്റ്റാച്യു അല്ലേ, മോഡേൺ വേൾഡ് വണ്ടേഴ്സിലെ ഒന്നായിട്ടുള്ള ഒരു വലിയൊരു സ്റ്റാച്യു, ക്രൈസ്റ്റ് ദ റിഡീമർ എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ഉള്ളത് ഈ രാജ്യത്താണ്. ഓക്കെ, ആധുനിക ലോകാത്ഭുതത്തിൽ ഒന്നാണ് ക്രൈസ്റ്റ് ദി റിഡീമർ എന്ന് പറയുന്നത്. റിയോ ഡി ജനീറോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റിയോ ഡി ജനീറോ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ. എർത്ത് സമ്മിറ്റ് 1992 എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ക്ലൈമറ്റ് റെഗുലേഷൻ രംഗത്തെ ഏറ്റവും വലിയൊരു സമ്മേളനം നടന്നതും ഈ റിയോ ഡി ജനീറോയിലാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് കൺട്രി ഇൻ സൗത്ത് അമേരിക്ക ബൈ ഏരിയ. ഓക്കെ, സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യവുമാണിത്. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും ബ്രസീൽ. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന പ്രതിമയാണ് ക്രൈസ്റ്റ് ദി റിഡീമർ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതൊരു ആൻഷ്യൻ്റ് വണ്ടർ അല്ലേ, പുരാതന ലോകാത്ഭുതത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, നിങ്ങൾ പുരാതന ലോകാത്ഭുതം കുറേ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് ഇത് നമുക്ക് ഇന്ന് നിലനിൽക്കാത്തൊരു അത്ഭുതമാണ്. ഓക്കെ, പുരാതന ലോകാത്ഭുതങ്ങൾ പലതും ഇത് നിലനിൽക്കുന്നില്ല. ബട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഇതുവരെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. നമുക്ക് എഴുത്തുകളിൽ നിന്നൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇങ്ങനൊരു ലൊക്കേഷൻ നമുക്ക് ഇതുവരെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. This is the only ancient wonder whose exact location has never been found. Legend says that they were built by King Nebuchadnezzar II. നെബുക്കദ്നേസർ 2 പേരുണ്ട്. ബാബിലോൺ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജാക്കന്മാരാണ് നെബുക്കദ്നേസർ. ഓക്കെ, നെബുക്കദ്നേസർ ഈവൻ ബൈബിളിലും മെൻഷൻ ചെയ്യുന്ന രാജാവാണ് നെബുക്കദ്നേസർ. സോ നെബുക്കദ്നേസർ രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ലോകാത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരുപാട് പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നിരുന്ന ഒരാളായിരുന്നു. ആ ഭാര്യ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ആ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ലോകാത്ഭുതം. They were described as a series of tiered terraces filled with exotic plants and trees. ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതായത് ടെറസുകൾ, ഇങ്ങനെ പല ടെറസുകളിലായിട്ട് എന്താണ് ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സും ട്രീസൊക്കെ ആയിട്ട് അലങ്കരിച്ച ഒരു ലോകാത്ഭുതം. They were said to have an advanced irrigation system. Okay, irrigation system from the Euphrates. Okay, Euphrates നദിയിൽ നിന്ന് ഇപ്പം നനയ്ക്കാനുള്ള ഇറിഗേഷൻ സിസ്റ്റവും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് ഹിസ്റ്റോറിയൻസ് പറയുന്നു ഇത് ബാബിലോണിലല്ല, നിനുവേ എന്ന് പറയുന്ന ഒരു ഏരിയയിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത് എന്നുള്ളൊരു അഭിപ്രായങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സംതിങ് റിലേറ്റഡ് വിത്ത് എ ഗാർഡൻ അല്ലേ. ട്രീസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. സോ ഇതൊരു ഗാർഡൻ ആണ്, വെറും ഗാർഡൻ അല്ല, ബാബിലോണിലെ ഹാങ്കിങ് ഗാർഡൻ. സോ ഹാങ്കിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ, അതായത് തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം എന്ന് അറിയപ്പെട്ട ഒരു പഴയ ആൻഷ്യൻ്റ് വണ്ടറാണ്. ഇപ്പോൾ കാണുന്നത് ചിത്രകാരൻ്റെ ഭാവനയിലുള്ളതാണ്. ഇങ്ങനൊരു സ്ഥലം നിലവിൽ ഇപ്പോൾ ഇല്ല. ഓക്കെ, ബാബിലോൺ എന്ന് പറയുന്നത് പുരാതന കാലത്ത് ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതൊരു കൺട്രീനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതൊരു കൺട്രി മാത്രമല്ല, ഈ കൺട്രി ഒരു കോണ്ടിനെൻ്റ് കൂടിയാണ്. സോ കോണ്ടിനെൻറ്റുമാണ് കൺട്രിയുമാണ്. ദിസ് കൺട്രി ഹാസ് ബോത്ത് ദ നേഷൻ ആൻഡ് കോണ്ടിനെൻറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അതും ഒരു പ്രത്യേകതയാണ്. കാര്യം ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സോ സദേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണിത്. എ വാസ്റ്റ് ഇൻറ്റീരിയർ റീജിയൻ നോൺ ആസ് ദ ഔട്ട് ബാക്ക് കവേഴ്സ് മച്ച് ഓഫ് ഇറ്റ് ലാൻഡ് മാസ്. അതായത് ഈ രാജ്യത്തിൻ്റെ, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എടുപ്പ് നോക്കുവാണെങ്കിൽ
ഈ രാജ്യത്തിൻ്റെ 80% വെറുതെ ഒഴിഞ്ഞു കിടക്കുവാണ്. ജനവാസമുള്ളവെന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയാസിൽ മാത്രമാണ്. ഇതിൻ്റെ അകത്തേട്ട് പോയി കഴിഞ്ഞാൽ, ആ ഇൻറ്റീരിയർ ഭാഗത്തേട്ട് പോയാൽ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീമാണ്. സോ അവിടെയൊന്നും മനുഷ്യന്മാർ ജീവിക്കുന്നില്ല. എല്ലാവരും ജീവിക്കുന്നത് കടലുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റൽ ഏരിയാസിലാണ്. സോ ആ ഇൻറ്റീരിയർ റീജിയൻ അറിയപ്പെടുന്നത് ദ ഔട്ട് ബാക്ക് എന്നാണ്. ഓക്കെ, ദ ഔട്ട് ബാക്ക്. യുണീക്ക് വൈൽഡ് ലൈഫ് സച്ചാസ്, അതായത് മാർസൂപ്പിയൽസ് എന്നറിയപ്പെടുന്ന സഞ്ചി മൃഗങ്ങൾ, അതായത് യങ് വൺസിനെ വയറ്റിൻ്റെ അവിടെ ഒരു സഞ്ചി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പരിപാലിക്കുന്ന മാർസൂപ്പിയൽസ് ആയിട്ടുള്ള കാങ്കരൂസ്, കോല എന്ന് പറയുന്ന ഈ 2 ജീവികളും വേറെ ലോകത്തിൻ്റെ വേറെ ഒരു ഭാഗത്തും കാണാത്ത ജീവികളാണ്. ഈ ജീവികൾ ഉള്ളത് എവിടെയാണ്? ഈ ഒരു രാജ്യത്താണ്. എ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് പെർഫോമിംഗ് ആർട്ട് ബിൽഡിംഗ്, അതായത് മോഡേൺ ആർക്കിടെക്ചറിലെ ഒരു അത്ഭുതം എന്ന് പറയാവുന്ന സിഡ്നി ഓപ്പറ ഹൗസ്. ആ ഓപ്പറ ഹൗസ് സ്ഥിതി ചെയ്യുന്നതും ഈ രാജ്യത്താണ്. സിഡ്നി എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ ക്യാപിറ്റൽ, അത് ഓർക്കുക. സറൗണ്ടഡ് ബൈ ഓഷ്യൻ, ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രേറ്റ് ബാരിയർ റീഫ്, അതായത് ദ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നറിയപ്പെടുന്ന ഒരു കോറൽ എക്കോസിസ്റ്റം, വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ദ ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യത്താണ്. ഇറ്റ് ഈസ് പോപ്പുലർലി റെഫേർഡ് ടു ആസ് ദ ലാൻഡ് ഡൗൺ അണ്ടർ. ഓക്കെ, ദ ലാൻഡ് ഡൗൺ അണ്ടർ. നിങ്ങൾക്കറിയാം ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സദേൺ ഹെമിസ്ഫിയറിലാണ്. നിങ്ങൾ മാപ്പ് എടുപ്പ് നോക്കുകയാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ബാക്കി എല്ലാ കോണ്ടിനെൻസിൻ്റെ താഴെയായിട്ടാണ്. അന്റാർട്ടിക്ക അല്ല, അന്റാർട്ടിക്കനെ കൺസിഡർ ചെയ്യേണ്ട, ബാക്കിയുള്ളതിൻ്റെ താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ പുരാതന കാലത്തെ നാവിഗേറ്റേഴ്സ് അവർ വിളിച്ചിരുന്ന പേരാണ് ദ ലാൻഡ് ഡൗൺ അണ്ടർ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് നൺ അതർ ദാൻ ഓസ്ട്രേലിയ. ഇതൊരു രാജ്യവുമാണ്, ഇതൊരു കോണ്ടിനെൻറ്റുമാണ്. സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലേക്ക് വരികയാണ്. വളരെ ഈസിയാണ്. ഓക്കെ, വളരെ ഈസിയാണ്. ദ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. ഓക്കെ, 5 നദികളുടെ നാട്. ഓക്കെ, 5 നദികളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. അഗ്രികൾച്ചറിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്നത് ഈ രാജ്യമാണ്. രാജ്യമല്ല, സംസ്ഥാനമാണ്. ദ ഗോൾഡൻ ടെമ്പിൾ. ഓക്കെ, ഗോൾഡൻ ടെമ്പിൾ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ വളരെ പ്രാധാന്യമുള്ള സിഖ് മതക്കാരുടെ ഏറ്റവും പുരാതനം എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും പവിത്രമായിട്ടുള്ള ആരാധനാലയം. ഈ ആരാധനാലയത്തിൽ കുറച്ച് തീവ്രവാദികൾ ഒളിച്ചിരുന്നു. അവരെ മോചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വധിക്കാൻ വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തത്. അത് ആക്ച്വലി ബാക്ക് ഫയർ ചെയ്തു. നമുക്ക് ആ തീവ്രവാദികളെ കൊല്ലാൻ പറ്റി, ബട്ട് ഇന്ദിരാഗാന്ധിനെ മരണത്തിലേക്ക് നയിച്ചതും അതായിരുന്നു. സോ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ആ സംസ്ഥാനം ഏതാണെന്ന്, അല്ലേ? സിഖ് മതക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം. ദ സ്റ്റേറ്റ് ഈസ് നോൺ ഫോർ ഇസ് വൈബ്രൻറ്റ് ഫെസ്റ്റിവൽസ് ലൈക്ക് ലൊഹ്രി ആൻഡ് ബൈശാഖി. ഓക്കെ, ലൊഹ്രി ബൈശാഖി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫെസ്റ്റിവൽസിന് വളരെ ഫേമസ് ആണ്. ഓക്കെ, ഭാംഗ്ര, ഗീത എന്നൊക്കെ പറയുന്ന ഡാൻസിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് പഞ്ചാബ്. ഓക്കെ, പഞ്ചാബ്. നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഇവിടെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു വ്യക്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി വാസ് എ സൗത്ത് ആഫ്രിക്കൻ ആൻഡ് ആൻറ്റി അപ്പാർത്തൈഡ്. ഓക്കെ, ആൻറ്റി അപ്പാർത്തൈഡ്. ഈ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണ വിവേചന വ്യവസ്ഥയായിരുന്നു. അത് നിങ്ങൾക്ക് രാജ്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് മനുഷ്യനെ കളറിൻ്റെ ബേസിസിൽ തരംതിരിക്കുന്ന ഒരു വളരെ മോശമായിട്ടുള്ളൊരു സിസ്റ്റം നിലനിന്ന ഒരു രാജ്യമായിരുന്നു. ഓക്കെ, അമേരിക്കയിലൊക്കെ നിലനിന്നിട്ടുണ്ട്, ഇല്ലയെന്നല്ല, ബട്ട് ഈ രാജ്യത്തിൽ വളരെ കർശനമായിരുന്നു. അതൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത ഒരു സിസ്റ്റമായിരുന്നു. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ അപ്പാർത്തൈഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഹീ സ്പെൻഡ് 27 years ഇൻ എ പ്രിസൺ. 27 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് നയിച്ചതിന്. പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങി, അദ്ദേഹം ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറി. ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പീസ് പ്രൈസ് ഇൻ 1993. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് നൊബേൽ പീസ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഹീ ഈസ് ഓഫൺ റെഫേർഡ് ബൈ ഹിസ് സോഹ ക്ലാൻ നെയിം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാൻ നെയിമാണ്. ഓക്കെ, ഹി വാസ് എൻ ആഫ്രിക്കൻ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കാര്യം ആഫ്രിക്കൻസിന് ഇതുപോലെ അവർ ഒരുപാട് ട്രൈബായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ട്രൈബൽ നെയിം എന്ന് പറയുന്നത് മാഡിബ എന്നായിരുന്നു. ഓക്കെ, മാഡിബ എന്നായിരുന്നു. ഹിസ് ഓട്ടോബയോഗ്രഫി ഈസ് ടൈറ്റിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സ് കാറ്റഗറിയിൽ മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ലോങ് വാക്ക് ടു ഫ്രീഡം. ഓക്കെ, ഒരുപാട് എക്സാംസിന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ചോദ്യം, ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ കൺട്രി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക എന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള നെൽസൺ മണ്ടേല. ഓക്കെ, നെൽസൺ മണ്ടേല വളരെ ഫേമസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ബുക്ക് വളരെ ഫേമസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ ഒരു മൂവ്മെൻറ്റ്, ലോകത്തെ ആ ഒരു വർണ്ണ വിവേചന വ്യവസ്ഥനെ തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, നെൽസൺ മണ്ടേല. നമ്മുടെ അടുത്ത ചോദ്യം ഇന്ത്യയിലൊരു സ്റ്റേറ്റിനെ കുറിച്ചാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ സംസ്ഥാനത്ത് നടന്ന ഇലക്ഷൻ രാജ്യമെമ്പാടും ചർച്ചയായിരുന്നു. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് ആൻഷ്യൻറ്റ് നളന്ദ ആൻഡ് വിക്രംശില യൂണിവേഴ്സിറ്റി. അതായത് പുരാതന കാലത്ത് ഇന്ത്യയിൽ നിലനിന്ന ഏറ്റവും വലിയ 2 യൂണിവേഴ്സിറ്റീസ്, ഓക്സ്ഫോർഡിനും കേംബ്രിഡ്ജിനും ഒക്കെ മുമ്പ്, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ, ആ പുരാതന കാലത്തെ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഇക്വലൻറ്റ്, അല്ലെങ്കിൽ അതിന് മുകളിൽ നിന്ന 2 യൂണിവേഴ്സിറ്റീസ്, ആ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്തിരുന്നത് ഈ സംസ്ഥാനത്തായിരുന്നു. അതിൻ്റെ റൂയിൻസ് ഇപ്പോഴും ഉണ്ട്. ഇറ്റ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് 2 മേജർ വേൾഡ് റിലീജിയൻ. ഓക്കെ, ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട 2 വേൾഡ് റിലീജിയൻസിൻ്റെ ജന്മസ്ഥലം, ബുദ്ധിസവും ജൈനിസവും. സോ ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലവും അല്ലേ, അത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സംസ്ഥാനത്താണ്. ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഇസ് എ മേജർ പ്രൊഡ്യൂസർ ഓഫ് ലിച്ചീസ്. ഓക്കെ, ഈ ഷാഹി ലിച്ചി എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് കൂടിയാണ്. അതിൻ്റെ ഏകദേശം ഇന്ത്യയുടെ ലിച്ചി പ്രൊഡക്ഷൻ്റെ 40% വരുന്നത് ഈ ഒരു സ്റ്റേറ്റിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഹോം ടു മധുബാനി പെയിൻറ്റിങ്സ്. മധുബാനി പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫോക്ക് പെയിൻറ്റിങ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിങ്സ് ആണ്. GI ടാഗ് കിട്ടിയ ഒരു പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, മിഥില എന്ന് പറയുന്ന റീജിയനിൽ നിന്ന് ഉത്ഭവിച്ച സ്ത്രീകൾ വരച്ചുകൊണ്ടിരുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ഇന്നത് എല്ലാവരും വരയ്ക്കും കേട്ടോ. അപ്പം മധുബാനി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. അത് ഈ സംസ്ഥാനത്ത് നിന്നുള്ളതാണ്. ഓക്കെ, ഗംഗാ നദി കടന്നു പോകുന്ന വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ബട്ട് സാഡ്ലി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ്. ഈ അടുത്ത് നടന്ന ഇലക്ഷനിൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ നേതാവ് വീണ്ടും അധികാരത്തിൽ എത്തുകയും ചെയ്തു. അതായിരുന്നു ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഏറ്റവും റീസെൻ്റായിട്ട് ന്യൂസിൽ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഈ ഒരു കുറച്ച് GK പോയിൻറ്റ്സ് അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എനിക്ക് തോന്നി. സോ ഇതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. നമുക്കിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബീഹാറാണ്. ഓക്കെ, ബീഹാർ ആൻസർ എന്ന് പറഞ്ഞാൽ ബീഹാറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സൈറ്റ്സ് ആണ്. ഓക്കെ, ഇത് ബുദ്ധൻ്റെ, ബോധ്ഗയയിലെ ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയാണ്, വളരെ ഫേമസ് ആണ്. ഇത് മഹാബോധി ടെമ്പിളാണ്. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്നത് മഹാബോധി ടെമ്പിളാണ്, ബുദ്ധൻ്റെ സൈറ്റിൽ തന്നെ ഉള്ളൊരു ടെമ്പിളാണ്. പിന്നെ നിങ്ങൾ ഈ കോർണറിൽ കാണുന്നത് ഷേർഷാ സൂരി എന്ന് പറയുന്ന ഒരു എംപയർ അല്ലേ. അതായത് മുഗൾ സാമ്രാജ്യം ഹുമയൂണിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹുമയൂണിനെ തോൽപ്പിച്ച് മുഗൾ സാമ്രാജ്യം ഷേർഷാ സൂരി എന്ന് പറയുന്ന ഒരു രാജാവ് കൈക്കലാക്കിയിരുന്നു അല്ലേ. നിങ്ങൾ ധീര സിനിമയിൽ ഷെർഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പോൾ തന്നെയാണെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിൻ്റെ ഷേർഖാൻ എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ത്യവിശ്രമ സ്ഥലമാണ്, അതും ബീഹാറിലാണ്. പിന്നെ റൂയിൻസ് ഓഫ് നളന്ദ. സോ ഇതൊക്കെ ബീഹാർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. കാര്യം ബീഹാർ ഇന്ന് വളരെ പൂറായിട്ടുള്ളൊരു സംസ്ഥാനമാണെങ്കിലും കൾച്ചറലി ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, നമ്മളിനി പറയാൻ പോകുന്നത് ലോകത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, ഒരു വലിയൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്, വലിയൊരു ഇൻ്റർനാഷണൽ കോർപ്പറേഷനാണ്. സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 20 to 24% ഓഫ് ഇറ്റ്സ് GDP അത് ഈ ഒരു ഒറ്റ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവ തന്നെയാണ് ഈ കമ്പനിക്കുള്ള ഏറ്റവും വലിയ ക്ലൂ എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും എല്ലാവരും അല്ലേ. ഫൗണ്ടഡ് ഇൻ 1938 എന്താണ്, ഉണക്കമീൻ വിറ്റുകൊണ്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഓക്കെ, അതായത് ഡ്രൈഡ് ഫിഷ്, ഗ്രോസറീസ്, ഇതിൻ്റെ കച്ചവടമായിട്ട് തുടങ്ങിയ ഒരു കമ്പനി. ഇറ്റ് ഈസ് എ ചെബോൾ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരുപാട് വലിയ കോർപ്പറേഷൻസ് ഉണ്ട്. ഈ കോർപ്പറേഷൻസ് ഒക്കെ സ്ഥാപിക്കപ്പെടുന്നത്, അതായത് ആ സമയത്തെ ആ രാജ്യത്തെ വലിയ കുറച്ച് ഫാമിലീസ്, ആ ഫാമിലീസാണ്
ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡസ്ട്രീസും സ്ഥാപിച്ചത്. ഇപ്പോൾ LG എന്ന് പറയുന്ന കമ്പനി ഒരു ചെബോളാണ്. ഹ്യൂണ്ടായി എന്ന് പറയുന്ന കമ്പനി ഒരു ചെബോളാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കമ്പനിയും ഒരു ചെബോളാണ്. മീൻസ് ഒരു പവർഫുൾ ഫാമിലി സ്ഥാപിച്ച ഒരു കമ്പനിയാണിത്. ഓക്കെ. വൈൽ ഫേമസ് ഫോർ ഇലക്ട്രോണിക്സ്, ഇറ്റ് ഓൾസോ ഹാസ് എ മാസീവ് ഷിപ്പ് ബിൽഡിംഗ് ഡിവിഷൻ. അതായത് ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്ത, അതായത് അവർ മെയിൻ നമ്മൾ അവരെക്കുറിച്ച് അറിയുന്ന ബിസിനസ് മാത്രമല്ല, അവർക്ക് ഒരുപാട് അവർ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഷിപ്പ് ബിൽഡിംഗ് ബിസിനസ് ഇവർക്കുണ്ട്. അതുമാത്രമല്ല ബുർജ് ഖലീഫ, ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ബുർജ് ഖലീഫ നിർമ്മിച്ചത് ഇവരുടെ തന്നെ കൺസ്ട്രക്ഷൻ വിങ്ങാണ്. ഓക്കെ. ഇവർ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ആണ്. അതുപോലെ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് മേഖലകളുള്ളത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആപ്പിളിന് അവരുടെ എന്താ പറയുക, ആപ്പിളിന് അവരുടെ സ്ക്രീൻ അതൊക്കെ അങ്ങനെ കുറേ ടെക്നോളജി കൊടുക്കുന്നത് ഈ കമ്പനിയാണ്. ഓക്കെ. ഈ കമ്പനിയുടെ പേര് അത് മീൻ ചെയ്യുന്നത് 3 stars എന്നാണ്. അതായത് കൊറിയൻ ഭാഷയിൽ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, കൊറിയൻ ഭാഷയിൽ ഈ കമ്പനിയുടെ പേര് അറിയപ്പെടുന്നത് 3 stars എന്നാണ്. ഈ കമ്പനി വേറെ ഒന്നുമല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള സാംസങ്. ഓക്കെ. സാംസങ് 1938 ഒരു ഉണക്കമീൻ വിറ്റുകൊണ്ട് തുടങ്ങിയ കമ്പനി ഇന്ന് ലോകത്തിൻ്റെ ടെക് ജയൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജേണിയാണ് ഈ ഒരു കമ്പനിയുടെ, അല്ലേ. ഏകദേശം 20% ഓഫ് കൊറിയയുടെ GDP 20% ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അത്രയ്ക്ക് മാസീവായിട്ടുള്ളൊരു കോർപ്പറേഷനാണ് സാംസങ് എന്ന് പറയുന്ന കമ്പനി. ഓക്കെ. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതൊരു പേഴ്സണാലിറ്റീൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. ആൻ ഇന്ത്യൻ പോളിമാത്ത്. പോളിമാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി. ഇദ്ദേഹം ഒരു പോയറ്റായിരുന്നു, ഒരു ചിത്രകാരനായിരുന്നു, ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, എഡ്യൂക്കേഷണലിസ്റ്റ് ആയിരുന്നു. സോ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു പോളിമാത്ത് ആയിരുന്നു. ഹു വാസ് ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ എ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഓക്കെ. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ലോകത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത വേറൊരു നേട്ടവും കൂടിയുണ്ട്. 2 രാജ്യത്തിൻ്റെ നാഷണൽ ആന്തം എഴുതിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ. ആ രാജ്യം ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഓക്കെ. അദ്ദേഹം ബേസിക്കലി ഒരു ബംഗാളിയായിരുന്നു. ഓക്കെ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും നാഷണൽ ആന്തം ഇദ്ദേഹം എഴുതി. തീർന്നില്ല, മൂന്നാമതൊരു രാജ്യമായ ശ്രീലങ്കയുടെ നാഷണൽ ആന്തം ഇൻസ്പയർ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്നാണ്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ 3 രാജ്യത്തിൻ്റെ നാഷണൽ ആന്തത്തിന് കാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അല്ലേ. 1919 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും ഭീകരമായൊരു കൂട്ടക്കൊല. ആ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സർ പദവി കൊടുത്തിരുന്നു. ഓക്കെ. സർ പദവി ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഒരു നൈറ്റ്ഹുഡാണ് സർ. ആ സർ പദവി പുല്ലുപോലെ വലിച്ചെറിഞ്ഞൊരു വ്യക്തി കൂടിയാണ്. കാര്യം അന്നത്തെ കാലത്ത് ഒരു വലിയ ഓണറായിരുന്നു. സോ അതിൽ പ്രതിഷേധിച്ച് ആ ഒരു നൈറ്റ്ഹുഡ്, ആ സർ പദവി വലിച്ചെറിഞ്ഞ മഹാനായിട്ടുള്ളൊരു ദേശാഭിമാനി അല്ലെങ്കിൽ ഒരു ഫ്രീഡം സ്ട്രഗിൾ, ആ ഒരു ഫ്രീഡം ഫൈറ്റർ കൂടിയായിരുന്നു അദ്ദേഹം. ഹി ഫൗണ്ടഡ് ദ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അതാണ് ശാന്തി നികേതൻ എന്നറിയപ്പെടുന്നത്. ശാന്തി നികേതൻ എന്ന് പറഞ്ഞ ആ ഒരു യൂണിവേഴ്സിറ്റി, ആ ഒരു എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഹിസ് കളക്ഷൻ ഓഫ് പോയംസ് ഈസ് നോൺ ആസ് ഗീതാഞ്ജലി. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക പോയത്തിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്, നൊബേൽ പ്രൈസ് കിട്ടുന്നത്. സോ ഇത് വളരെ ലോകം മൊത്തം ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. ഇത് വേറെ ആരുമല്ല, രബീന്ദ്രനാഥ ടാഗോർ. ഓക്കെ. രബീന്ദ്രനാഥ ടാഗോർ 1941 ഇദ്ദേഹം അന്തരിച്ചു. ബട്ട് ഞാൻ പറയില്ല, ഇന്ത്യയുടെ നമ്മൾ ഇന്നും ചൊല്ലുന്ന ജനഗണമന എന്ന് പറഞ്ഞ ആ ഒരു നാഷണൽ ആന്തം രചിച്ച വളരെ മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു പോയറ്റാണ്, ഒരു പോളിഗോട്ടാണ് ഇദ്ദേഹം. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെക്കുറിച്ചുള്ളതാണ്. ഓക്കെ. ഈ ഒരു സംസ്ഥാനം കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു സംസ്ഥാനമായിരുന്നു. ഓക്കെ. ഇത് കുറച്ച് പേർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് നോക്കാം ഇതിൻ്റെ ക്ലൂസ്. ഇറ്റ് ഹൗസ് ദ വേൾഡ്സ് ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. അതായത് ലോകത്തിൽ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്, വിച്ച് മീൻസ് ഐലൻഡ്സ് ആണ്. ഓക്കെ. നദികളിലുള്ള ഐലൻഡ്സ് ആണ്. ഈ ഐലൻഡ്സിലാണ് ഈ ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിൽ തന്നെ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നദിയല്ല, ലോക്താക് ലേക്ക് എന്ന് പറഞ്ഞ ആ ഒരു ലേക്കിലാണ്. സോ ആ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം.
ദ മോഡേൺ ഗെയിം ഓഫ് പോളോ. അതായത് നമുക്കറിയാം ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല പണ്ട് കാലത്ത് ഇന്ത്യൻ രാജാക്കന്മാർ ഒരുപാട് കളിച്ചിരുന്ന പോളോ എന്ന് പറയുന്ന ഗെയിം. ആ ഗെയിം സത്യം പറഞ്ഞാൽ ഉത്ഭവിച്ചത് ഈ ഒരു സംസ്ഥാനത്തു നിന്നാണ്. ഓക്കെ, ഈ ഒരു ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള പോളോ കളിക്കുന്ന ഒരു ഗ്രൗണ്ട്, പോളോ ഗോൾഫ് കോഴ്സ് എന്ന് പറയും, ആ ഒരു പോളോ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ഓക്കെ, ഇംഫാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്ലൂ. ഓക്കെ, ഗസ് ചെയ്യാൻ കിട്ടാത്തവർക്ക് ഇപ്പോൾ പിടിയിട്ടുണ്ടാവും. ഇറ്റ് ഹോം ടു ദ സങ്കായ്. ഓക്കെ, സങ്കായ് എന്ന് പറയുന്ന ഒരു എന്താണ് പറയുക, ഒരു മാൻ, ഒരു ബ്രോ ആൻഡ്ലർ ഡിയർ. അത് ഈ നാഷണൽ പാർക്കിൽ കാണുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കായിട്ടുള്ള കേബിൾ ലംജാവോ എന്ന് പറയുന്ന ആ നാഷണൽ പാർക്കിൽ കാണുന്നതാണ്. വളരെ ഫേമസ് ആണ് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാൻ. സങ്കായ് എന്ന് പറയുന്ന മാനിന് ഈ ഒരു സംസ്ഥാനം വളരെ ഫേമസ് ആണ്. ഓക്കെ, ഇത് വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇത് രണ്ടും. ഹിസ്റ്റോറിക്കലി നോൺ ആസ് ദ ജുവൽഡ് ലാൻഡ്. ഓക്കെ, ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും ജുവൽഡ് ലാൻഡ്. ഇറ്റ് ഷെയർ എ ലോങ് ഇൻ്റർനാഷണൽ ബോർഡർ വിത്ത് മ്യാൻമർ. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ജോഗ്രഫിയിലോട്ട് ഒരു ക്ലൂ തരുന്നതാണ്. ഓക്കെ, മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന സങ്കായ് ഡിയേഴ്സ് ഉള്ള പോളോ കളി ഉത്ഭവിച്ച ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കുള്ള സംസ്ഥാനം ഏത്? ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്ലൂ, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്ലൂ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ഓക്കെ, ഇംഫാലാണ് അതിൻ്റെ ക്യാപിറ്റൽ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. മണിപ്പൂർ. ഓക്കെ, മണിപ്പൂർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഡിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മണിപ്പൂരി എന്ന് പറയുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ 8 ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് ഇന്ത്യയിൽ. അതിൽ ഉൾപ്പെടുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസാണ് മണിപ്പൂരി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസാണ് മണിപ്പൂരി. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കാര്യമായിട്ട് പഠിപ്പിക്കാറുണ്ട് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് നോളജ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതുവരെ ഇറ്റ്സ് മീ ബേസിൽ സൈനിങ് ഓഫ്.